ശരി, ശ്രീ പി പി ചിത്തരഞ്ജൻ 4 കാര്യങ്ങൾ ശിവശങ്കർ പറഞ്ഞു, അതിനുള്ള മറുപടി. അല്ല, ഒന്ന് അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. അത് ഈ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ വിക്രിയകൾ കണ്ടാൽ ഒരു ഗവർണർ പദവിയിൽ ഇരുന്നിട്ടുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതല്ലോ. അദ്ദേഹം ആ മിഠായി തെരുവിൽ തന്നെ അലഞ്ഞുതിരിഞ്ഞ് അന്ന് നടന്നപ്പോൾ തന്നെ നിങ്ങളൊക്കെ തന്നെ നമ്മൾ കേൾക്കട്ടെ, യഥാർത്ഥത്തിൽ അല്ലല്ല ഇതൊക്കെ അങ്ങ് പറഞ്ഞാണ്. ഇനി നേരിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടി നമുക്ക് സമയം കുറവാണല്ലോ. ഇപ്പോൾ ശിവശങ്കർ പറയുകയുണ്ടായി, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ BJP സാന്നിധ്യം അറിയിക്കുന്നുണ്ട്. ഒരു സെക്കൻഡ്, മോദി വന്നിട്ട് പറഞ്ഞത് എന്താണ്? ബൂത്തുകൾ പിടിക്കൂ. എറണാകുളത്ത് വന്നിട്ട് പറഞ്ഞാണ് ബൂത്ത് തലം മുതൽ നമുക്ക് ശക്തിപ്പെടാം, അങ്ങനെ കേരളം പിടിക്കാമെന്ന്. അപ്പോൾ അവർക്കൊരു വലിയ പദ്ധതിയാണ്, അതിൻ്റെ ഓരോ ഘട്ടങ്ങളായി അവർ മുന്നോട്ട് പോകുന്നു. അല്ല, അതാണല്ലോ വേണു. ഞാനിതിനകത്ത് BJP എന്ന് പറയുന്ന പാർട്ടിയെ ഒരിക്കലും ചെറുതായി കാണുന്നതല്ല. ഇന്ത്യ ഭരിക്കുന്ന ദേശീയ പാർട്ടിയാണ്. പക്ഷേ ആ ദേശീയ പാർട്ടിയും ശിവശങ്കറിന് അദ്ദേഹത്തിൻ്റെ മനസാക്ഷി ചേർന്നല്ല അദ്ദേഹം ഇപ്പോൾ സംസാരിച്ച. കാരണം എന്താ, കേരളത്തിലെ BJP എന്താണെന്നും അതിൻ്റെ അവസ്ഥ എന്താണെന്നും നന്നായി അറിയുന്നൊരു വ്യക്തിയാണ് അദ്ദേഹം. കാരണം ഇന്ത്യ രാജ്യത്ത് മറ്റെല്ലാ സ്റ്റേറ്റിലും BJP എന്ന് പറയുന്ന പാർട്ടി അതിൻ്റെ ശക്തി തെളിയിച്ച് വളർന്ന് ഇങ്ങനെയൊക്കെ എത്തി നിൽക്കുമ്പോഴും കേരളത്തിൽ എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത അതാണല്ലോ, കേരളത്തിൻ്റെ സവിശേഷത അതാണല്ലോ. ആ സവിശേഷതയാണ് ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. കാരണം BJPയുടെ ആ ആശയം അല്ലെങ്കിൽ BJP മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം, ആ മുദ്രാവാക്യം കേരളത്തിൻ്റെ മണ്ണിൽ ക്ലച്ച് പിടിക്കുന്നതല്ല. കാരണം കേരളത്തിനൊരു പ്രത്യേകമായ സാമൂഹിക വീക്ഷണമുള്ളൊരു ജനതയാണ് കേരളത്തിലുള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതിൻ്റെ രാഷ്ട്രീയത്തിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നെ പണ്ട് ജനസംഘമായിരുന്ന കാലഘട്ടം മുതൽ കുറച്ച് ആൾക്കാരില്ലേ BJP എന്ന് പറയുന്ന പാർട്ടി. അത് പിന്നീടല്ലേ BJP ആയി വരുന്നു. BJP ആയതിനു ശേഷം ഒരു തവണ നിയമസഭയിലേക്ക് പോകുന്നു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് പിടിക്കുന്നു. അതെല്ലാം BJPക്ക് കേരളത്തിൽ വോട്ടില്ല എന്ന് പറയാൻ അത്ര മടയനാണോ ഞാൻ? 10% മുകളിൽ വോട്ട് കിട്ടുന്ന. ശരി, രണ്ടാമത്തെ കാര്യം ഈ RSS പട്ടികയിൽ ആ കൂടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് ആരിഫ് മുഹമ്മദ് ഖാനും പോയി എന്നാണല്ലോ മുഖ്യമന്ത്രി പറഞ്ഞത്. ഒരു സെക്കൻഡ് അതിനുള്ള ശിവശങ്കറിന്റെ മറുപടി കേട്ടിരുന്നല്ലോ. പാൽരാജും മുഖ്യമന്ത്രിയും ഒരുപോലെ പോലീസ് സുരക്ഷയിൽ പോകുന്നു. അതൊക്കെ അദ്ദേഹത്തെ പോലെ ഒരാൾ അങ്ങനെയൊക്കെ ഒരു വർത്തമാനം പറയുന്നത് ശരിയാണെന്ന് അദ്ദേഹം തന്നെ ആലോചിച്ചാൽ മതി. പോലീസ് സംരക്ഷണം ഒത്തിരി ആൾക്കാർക്കുണ്ടല്ലോ. അങ്ങനെയുള്ളവരെ എല്ലാവരും ഈ പട്ടികയിലാണോ പറയേണ്ടത്? അത് അദ്ദേഹത്തിനെ പോലെ ഒരാൾക്ക് ചേർന്നതാണോ എന്ന് അദ്ദേഹം തന്നെ ആലോചിക്കുക എന്നുള്ളതല്ലാതെ. മൂന്നാമത്തെ കാര്യം ജ്യൂസ് കടയ്ക്ക് മുന്നിൽ നിന്ന് വിളിച്ചാലും നീതി നടപ്പാകും. അല്ല, ഒരു സെക്കൻഡ്, ജ്യൂസ് കടയ്ക്ക് മുന്നിൽ നിന്ന് വിളിച്ചാലും മണിക്കൂറുകൾക്കകം നീതി നടപ്പാകുന്നു. അതെ, അതാണ് അത് ആർക്ക് നടപ്പിലാകും? ആരിഫ് മുഹമ്മദ് ഖാൻ നടപ്പിലാകും. കാരണം എന്തുകൊണ്ടാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ കേന്ദ്രത്തിലെ തന്റെ യജമാനന്മാരെ സംതൃപ്തരാക്കാൻ വേണ്ടി ശ്രീ ശിവശങ്കർ അതിന് മറുപടി ആരിഫ് മുഹമ്മദ് ഖാൻ കിട്ടും, മണിപ്പൂരിന് കിട്ടില്ല. അല്ല, ഒരു സെക്കൻഡ്, ശ്രീ ശിവശങ്കർ തിരിച്ച് കേരളത്തില് വേണു വിളിച്ചാൽ ഞാൻ വിളിച്ചാൽ CRPF എന്നാൽ അപ്പം പറയും ഇത് ഭരണഘടന ലംഘനമാണ്, ഇത് ഇവിടുത്തെ ഫാസിസമാണ്, ഭരണഘടന ലംഘനമാണ്, ഇവിടുത്തെ ഫെഡറലിസം തകർത്തു. എന്റെ സാറേ, മണിപ്പൂരുള്ള കേസുകൾ മുഴുവൻ എടുത്ത് ആസാമിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് സുപ്രീം കോടതി ഇടപെട്ടിട്ട്. അവിടെ നീതിയുമില്ല, കോടതിയുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയാണ്. ജ്യൂസ് കടയില്ലാത്തത് കൊണ്ടാണോ? അല്ല, ഗവർണറുടെ കേരളത്തിന്റെ കാര്യമല്ല ചർച്ച ചെയ്ത്. ഇനി മണിപ്പൂർക്ക് താങ്കൾ നേരത്തെ ബംഗാളിന്റെ കാര്യം പറഞ്ഞല്ലോ. കേരളത്തിലൊരു തദ്ദേശ സ്ഥാപനം മുതൽ ബംഗാൾ വരെ ഒറ്റടിക്കങ്ങ് സഞ്ചരിച്ചില്ലേ? അതെ, അത് രാഷ്ട്രീയമല്ലേ. ഇത് ഇവിടെ അത്തരത്തിലുള്ള പ്രശ്നമില്ലല്ലോ. മണിപ്പൂര് രാഷ്ട്രീയമില്ല. ഞാൻ ആ ചർച്ച ഇങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്നു. ശരി, ശ്രീ ലിജു, ഇവിടെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളും ശ്രീ ചിത്തരഞ്ജനും താങ്കൾ ഉന്നയിച്ച താരതമ്യത്തിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അങ്ങയുടെ പ്രതികരണം? എനിക്ക് ഒട്ടും കൺവിൻസിംഗ് ആയ ഒരു മറുപടിയല്ല വേണു ഇവർ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യൻ പോൾ സാർ അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്വതന്ത്ര നിലപാട് കുറെ കൂടി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായ പ്രതിഷേധത്തോട് ഗുണ്ടായിസം കാണിക്കുന്നത് ആരാണെങ്കിലും അംഗീകരിക്കാൻ സാധിക്കില്ല. ആ ഒരു പ്രസിഡന്റ് ഇവിടെ തുടങ്ങിയത് സംസ്ഥാന മുഖ്യമന്ത്രിയാണ്. ഇപ്പം 2 തരം ഗുണ്ടകളുണ്ട്. നേരിട്ട് പോയി അടിക്കുന്ന ഗുണ്ടയുണ്ട്, ചെയ്യിപ്പിക്കുന്ന പിൻസീറ്റിൽ ഇരുന്നിട്ട് ഗുണ്ടകളെ കൊണ്ട് കൂടുതലുള്ള കൊട്ടേഷൻകാരെ കൊണ്ട് തല്ലിക്കുന്ന ഗുണ്ടകളുമുണ്ട്. നമ്മൾ ആ 2 ടൈപ്പ് ഗുണ്ടകളെ കണ്ടുകൊണ്ടിരിക്കുക. ഒരു ടൈപ്പുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ തല്ലുന്ന ഗുണ്ടകളെ കണ്ട് ചിരിച്ച് എന്താണ്
അല്ല ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ, രണ്ട് ടൈപ്പ് ആളുകളെ നമ്മൾ കാണുന്നു. ലിജു ചിത്രരഞ്ജൻ എം എൽ എ ചോദിച്ചത് കെ സുധാകരനെ ഉദ്ദേശിച്ചാണോ എന്നാണ്. അല്ല, കേരളത്തിലെ ആദ്യത്തെ രാഷ്ട്രീയ കൊലപാതക കേസായ വാടിക്കൽ രാമകൃഷ്ണൻ കൊലക്കേസിൽ മഴവിട്ട് വെട്ടിക്കൊന്ന ഒരു ഗുണ്ടയെയാണ് എനിക്കറിയാവുന്നത്. ചിത്രരഞ്ജൻ ആരെങ്കിലും ഉദ്ദേശിച്ചാണോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ ആദ്യം മാൻഡ്രൈക്ക് എന്ന് ചിത്രരഞ്ജൻ പറഞ്ഞപ്പോ ഞാനാണ് ഈ സത്യത്തിൽ സംശയം. അല്ല, ഞാൻ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കാര്യങ്ങളേക്ക് പറയാം. ഇപ്പൊ രണ്ട് തരം ഗുണ്ടായസ് നമ്മൾ കണ്ടു. മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായ ഞാൻ സിനിമയാ പറഞ്ഞത്, അടിക്കുന്ന ഞാൻ ജഗദീഷ് ശ്രീകുമാറിന്റെ ഒരു കഥാപാത്രത്തെ ശ്രീ ശിവശങ്കർ എന്താണ് മറുപടിയിലൂടെ ഉദ്ദേശിച്ചതെന്ന് അങ്ങേക്ക് അറിയാം, മനസ്സിലായി. അത് പോട്ടെ, എന്തായാലും ലിജു പറയട്ടെ. കാര്യം കേൾക്കു വേണു. രണ്ട് തരം അപക്വരമായ പെരുമാറ്റങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, ഗുണ്ടായിസം കാണിക്കുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന ജീവരക്ഷാ പ്രവർത്തനമെന്ന എന്ന ജനാധിപത്യ വിരുദ്ധ സമീപനം. രണ്ട്, ഇവിടെ കരിങ്കൊടി കാണിക്കുന്നവർക്ക് നേരിട്ടിറങ്ങിച്ചെന്ന് ഭീഷണിപ്പെടുത്തുന്ന തൻ്റെ രാഷ്ട്രീയ യജമാനന്മാരെ ഡൽഹിക്ക് വിളിക്കുന്ന അപക്വമായ സമീപനം. ഇപ്പോൾ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ രാഷ്ട്രീയ യജമാനൻ. അദ്ദേഹത്തിന് നേരിട്ട് പോലീസിനോട് പറഞ്ഞാൽ മതി, അദ്ദേഹത്തിന് ഡിവൈഎഫ്ഐക്കാരോട് നേരിട്ട് പറഞ്ഞാൽ മതി പ്രതിഷേധത്തെ തല്ലിയൊതുക്കാൻ. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം നേരെ അമിത്ഷായെ വിളിച്ചു. CRPFന്റെ ആളെ ഇറക്കിയിട്ടുണ്ട്, ഇനി അടിക്കാം. RSSകാരോട് പറഞ്ഞ് ഇനി RSSകാരെ കിട്ടുമെങ്കിൽ അതിനുള്ള വേറെ ഉണ്ടാകുമായിരിക്കും. ഇപ്പം എന്താണെങ്കിലും ഇതിന് കാരണമായത് ജനാധിപത്യത്തോടുള്ള നിഷേധാത്മകമായ സമീപനമാണ്. അത് പിണറായി വിജയൻ്റെ ഭാഗത്തുണ്ടായാലും ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തുണ്ടായാലും രണ്ടിനോടും യോജിക്കാൻ സാധിക്കില്ല. ഇവിടെ ഇന്നത്തെ ചർച്ചാ വിഷയം ഗവർണർ ആയതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഭാഗത്തുണ്ടായ പെരുമാറ്റം അങ്ങേയറ്റം അപക്വമാണ്. ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത തരത്തിലാണ് അദ്ദേഹം പെരുമാറുന്നത്. ഇങ്ങനെയല്ല ഒരു സ്ഥാനത്ത് നിന്ന് പ്രതികരിക്കേണ്ടത്. ഒരു കരിങ്കൊടി പ്രകടനം കണ്ടിട്ട് ഹാലിളകേണ്ട ആളല്ല സംസ്ഥാനത്തിന്റെ. പക്ഷെ അവിടെ ശ്രീ ചിത്രരഞ്ജൻ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം പ്രസക്തമല്ലേ ലിജു? അതായത് പോലീസിനെ ആക്രമിക്കുന്നില്ല SFIക്കാർ, ആരിഫ് മുഹമ്മദ് ഖാനെയും ആക്രമിക്കുന്നില്ല. ആരിഫ് മുഹമ്മദ് ഖാൻ ഒരു ഇത്ര അങ്കുലം അകലത്തിൽ നിന്നുള്ള പ്രതിഷേധം അദ്ദേഹത്തിന് കുഴപ്പമില്ല, ഇത്ര അങ്കുലം കടന്നിങ്ങോട്ട് വന്നാൽ അപ്പോൾ തന്നെ ഞാൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങും, ഇങ്ങനൊരു സമീപനം എടുത്താൽ അതിനെന്തെങ്കിലും ഒരു യുക്തിയുണ്ടോ? SFIക്കാർ എന്ത് ചെയ്യുന്നു? അവർക്കൊരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, അവർക്ക് ആ വാഹനം ആക്രമിക്കണമെന്നില്ല, തടയണമെന്നില്ല, കരിങ്കൊടി കാണിക്കും. ഇന്നും അത്രയല്ലേ ഉണ്ടായിട്ടുള്ളൂ. ഇദ്ദേഹത്തിന് തോന്നുകയാണ്. അല്ലല്ല, അങ്ങനെയല്ല. നിങ്ങൾ അല്ലല്ല, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് നിങ്ങൾ ചാടി വീഴുന്ന ദൃശ്യങ്ങളുണ്ടല്ലോ, ഇന്നിപ്പോൾ കണ്ട നിലമേൽ അങ്ങനെ ഒരു ദൃശ്യം ഇല്ല. അല്ല, അതെന്തുകൊണ്ടാണ്? പല ദൃശ്യങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസത്തിൽ ഈ DSFI സംസ്ഥാന സെക്രട്ടറി ആർഷോയുടെ ഒരു ദൃശ്യം ഞാൻ കണ്ടു. ഗവർണറെ യൂണിവേഴ്സിറ്റിയുടെ മുമ്പിൽ വെച്ച് പോലീസിനോട് ആർഷോ പറയുകയാണ്, നിങ്ങൾ വേണമെങ്കിൽ ഗവർണറുടെ കക്കൂസ് കഴുകി കൊടുക്കുക. പോലീസിനോട് പറയുന്ന കാര്യമാണ്. പഞ്ചപുച്ഛമടിക്കാണ് പോലീസ് നിൽക്കുന്നത്. അതിനിടയ്ക്ക് ഈ വാവയെ ഇങ്ങനെ എടുത്തോണ്ട് പോകുന്ന ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങളുടെ കുട്ടികളെ തല്ലിയവന്മാർ പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കില്ല. അതിന്റെ അർത്ഥം എന്താ? ഞങ്ങൾ ജനാധിപത്യപരം അല്ലല്ല, പെൻഷൻ വാങ്ങി വീട്ടിലിരിക്കില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനർത്ഥം ഉണ്ട് വേണു. അല്ല, ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല എന്നേ ഉള്ളൂ. അതിനൊറ്റ അർത്ഥമേ ഉള്ളൂ. പൂർത്തീകരിക്കാൻ തയ്യാറാത്ത എന്താ എന്നെ കൊണ്ട് പൂർത്തീകരിക്കാൻ ഞാൻ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞതിനകത്ത് രണ്ടർത്ഥമുണ്ട്. ഞാൻ അതുകൂടെ വ്യക്തമായി പറയാൻ വേണു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഭരണത്തിൽ വരിക എന്നുള്ള കാര്യത്തിന് അന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്ന രീതിയിൽ മാത്രമല്ല അത് പറയുന്നത്. ഞങ്ങൾ ഇവർക്കെതിരെ പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റി പോകുന്നുണ്ട്, ഞങ്ങൾക്കെതിരെ ഹൈക്കോടതി പോവും, ഹൈക്കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി പോവും. നിരവധി ആളുകളെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഉത്തരവുകൾ ജുഡീഷ്യറിയുടെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇതിൽ കാര്യങ്ങൾ ഫാസ്റ്റായി പോയില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെൻറ് അധികാരത്തിലെത്തുമ്പോൾ ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ എക്സസിനെ നമുക്കറിയാം, എപ്പോഴും ആക്രമമൊന്നും അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടികൾ പ്രപ്പോർഷനേറ്റ് ആയിരിക്കണം. ഇങ്ങോട്ടുള്ള അതിക്രമങ്ങൾക്ക് പ്രപ്പോർഷനേറ്റായിട്ട് മാത്രമേ പ്രതികരിക്കാൻ അവകാശമുള്ളൂ. നിങ്ങൾ രണ്ടാളുകളുടെ സൂചനയുണ്ടായി, നിങ്ങൾ 2-3 ആളുടെ കാര്യം പറഞ്ഞു. ആലപ്പുഴയിൽ ഗവൺമാന്മാരെ തലതല്ലി തകർക്കപ്പെട്ട തോമസ് KSU ജില്ലാ പ്രസിഡന്റ് പ്രവീൺ എന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ കൊണ്ട് അവൻ്റെ തലയോട്ടി അടിച്ച് തകർക്കുന്നത് നിങ്ങൾ കണ്ടു. പിടിച്ചോണ്ട് പോയി 10-20 പേരെ ആക്രമിച്ചു. മേഘ എന്ന് പറയുന്ന പെൺകുട്ടിക്ക് ഒരു നിലയിലും അംഗീകരിക്കാൻ കഴിയില്ല ലിജു. ആ നിങ്ങളുടെ പ്രതിഷേധം പൂർണ്ണമായും ശരി തന്നെയാണ്. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോകുന്നു, ഇടവേളയ്ക്ക് ശേഷം മറ്റതിഥികളിലേക്ക്.